ഈ പറഞ്ഞ പോലെ DGP ഓർഡർ ഇട്ടെന്ന് പറഞ്ഞ് മൊത്തം പേടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു. ഞങ്ങൾക്ക് മുമ്പേ ഇവരെ അറിയായിരുന്നു, മുമ്പേ ഞങ്ങൾക്ക് ഇവരെ പരിചയം ഉണ്ടായിരുന്നു. അതായത് ഇവർ ഈ പറഞ്ഞ പോലെ നമ്മളെ ഗ്യാങ് ഹൗസിലൊക്കെ വന്നിട്ടുണ്ട്, തൊപ്പിയായിട്ട് എന്തെല്ലോ ബിസിനസ്സും കാര്യമെല്ലാം സംസാരിച്ച് എനിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ 1 വർഷം 1.5 വർഷം എന്തോ കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷമീർ ബ്രോ നമ്മളൊരു ഓഫീസുണ്ട്, അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ പോയിട്ട് ബ്രോക്ക് ബാക്കി പരിപാടിയെല്ലാം അവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച എന്തെങ്കിലും പണിയായിരിക്കും, എന്തെങ്കിലും കെണിയായിരിക്കും വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിടിക്കുന്നുണ്ടെ പിടിക്കട്ടെ, പോലീസ് പിടിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി അങ്ങോട്ട് പോയി. ഈ പറഞ്ഞ പോലെ ഞാനിപ്പം അവിടുന്ന് തന്നെയാണ് ഞാൻ വരുന്നത്. ഇവർ അവിടെ ഇല്ല, ഇവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് കേരളത്തിൽ കുറേ 5-6 സ്റ്റേറ്റിലെന്തോ ഇവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർ കണ്ണൂരുകാരാ, പക്ഷേ അങ്ങനത്തെ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എന്നൊരു പാർട്ട്ണർ ഇതാക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത്, ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിനിപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. എനിക്ക് അത്ര വലിയൊരു ഇത് കണ്ടില്ല, ഞാൻ നേരിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, ബാ. അപ്പോൾ അവരെന്തോ ഇൻ്റർനാഷണൽ ട്രിപ്പോ ഇവിടെ ട്രിപ്പൊക്കെ പോയിട്ടാ മറ്റോ ഇവിടെ വന്നതെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ ഇവിടുന്ന് കാണാമെന്നാണ് പറഞ്ഞത്. അവരെൻ്റെ കണ്ണൂരേക്ക് വരുമോ ഇല്ലയോ എന്താണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് ചോദിക്കാം. ഹായ്. അപ്പോൾ കൊള്ളാലോ, സെറ്റപ്പ് സംഭവം കൊള്ളാട്ടോ. ഞാൻ ഇത് വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ നൈറ്റ് ടൈം എന്തോ ഞാൻ വന്നത്, നൈറ്റ് ടൈം എന്തോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തെല്ലാം ഒന്ന് പോയി നോക്കാമല്ലോ, വാ, ഇതിവിടെ വെക്കാമല്ലേ. സംഭവം കുറച്ച് സീനാട്ടാ. സംഭവം കൊള്ളാട്ടോ, പൂളെല്ലാം ഉണ്ട്. പക്ഷേ കയറി കുളിക്കാനൊന്നും പറ്റില്ല. നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് പോലെ സംഭവത്തിന് വന്നതല്ല. അപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കണ്ട, ചിലപ്പോൾ അത് കാരണം എന്തെങ്കിലും ഇതായാലോ. സോ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. അവർ എത്ര മണിക്കാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഈ ഫോണിലെടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് നിൻ്റെ ഞാൻ നമ്പർ അടിച്ചില്ല, ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഇതൊന്ന് കോഡെന്താ? ഈ ബാർ ഏരിയ എവിടെയാ? അകത്താണോ? താങ്ക് യു. എന്നാ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാൻ പോയിട്ട് ഹായ് ബ്രോ. ഹായ്, എന്താ സുഖല്ലേ? ഹായ്, പേര് അർജുൻ. ഫറൂഖ്. അപ്പം എന്താ ഇവിടെ അസ്തഗ്ഫിറുല്ലാ, മുകളിലിരിക്കാം. ഓക്കെ. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ട്രെയിനിൽ വന്ന് രാത്രി. ഞാൻ രാവിലെ എത്തി.
എല്ലാം സെയിം തന്നെയല്ലേ? ആ ആ ചെറിയ ഉള്ളിൽ പോയക്കാട്ട് നമ്മൾ പൊട്ടന്മാരോട് എൻ്റെ മോനെ സീന് വണ്ടി കേട്ടോ. സീൻ വണ്ടി. ഓക്കെ വാ കയറ്. അല്ല ഇതപ്പോ കൊച്ചിയിലുണ്ടായ വണ്ടിയാണോ? അതെ, ഞാൻ കൊച്ചിയിലുണ്ടാവില്ല കൂടുതലും. ആ ഓക്കെ, എന്തായി കേസിന്റെ കാര്യങ്ങളൊക്കെ? എന്തായി? കേസിന്റെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സീനൊന്നും ഇല്ല. ഇങ്ങനെ സീനുണ്ടോയെന്ന് ചോദിച്ചാൽ സീനുണ്ട്, സീനില്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു. ബാക്കി അറിയില്ല. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓടിച്ചു നോക്കാൻ കിട്ടിയാ ഓടിക്കാം. ബ്രേക്കും ഇത് മാത്രമല്ലല്ലോ. ബ്രേക്ക് ഔട്ട്, ഈ സ്വിച്ച് നിൽക്കുക, ബട്ടൺ നിൽക്കുക, ഡീലേക്ക് ഇടുക. ഇതല്ലേ? സ്പീഡ് കൂട്ടാൻ പറ്റുമോ? സ്പീഡ് കൂട്ടാലോ. വണ്ടി മൊത്തം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ചവിട്ട് നോക്കിയാൽ ചവിട്ടിക്കോ. ഫുൾ ത്രോട്ടിലേക്ക്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ പേടിയാട്ടാ. ഞാൻ സൈഡാക്കി തരാം. ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു കാർ മേടിക്കുമ്പോൾ ഞാൻ ഇതായിക്കോളാം, സ്പീഡ് കൂട്ടി ഓടിച്ചോളാം. നിങ്ങൾ തന്നെ എടുത്തോ. ഇതെന്താ ഇത്? ആ അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ബാഗ് ഉള്ളിലുള്ള, ബാഗ് എടുത്തിട്ടില്ല, ബാഗ് എടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഞാൻ പറഞ്ഞ സർപ്രൈസ്. അതായത് ഒരു ബിസിനസ് തുടങ്ങുക, മൂപ്പരുടെ കൂടെ കൂടി ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുക. ഇനി അങ്ങോട്ട് സ്ട്രീമിംഗ് ഉണ്ടാവും. സ്ട്രീമിംഗ് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. രാത്രി സ്ട്രീമിംഗ് ഉണ്ടാവും, പിന്നെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലയെന്നല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് വേറൊരു രീതിയിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ഞാനൊരു നല്ലൊരു ഒരു ഫ്യൂച്ചറാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലേക്കായിരിക്കും എന്നെ ഉണ്ടാവുക. അതാണ് എൻ്റെ എയിമും കാര്യങ്ങളും എല്ലാം. ഈ പറഞ്ഞ പോലെ എൻ്റെ പാഷനാണ് സ്ട്രീമിങ്. ഈ പറഞ്ഞ പോലെ ബിസിനസ് എനിക്ക് എത്രത്തോളം വർക്കാവും എന്താണെന്നറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആയിക്കൊണ്ടും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ഇതിലായിക്കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് നമ്മൾ സംസാരിച്ച വെച്ചിട്ട് അധികം ഫിനാൻഷ്യലി ഇതാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. സോ ഇനി അങ്ങോട്ട് എനിക്കറിയില്ല, ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് നോക്കാം ഗൈസ്.